السلام عليكم ورحمة الله وبركاته. زينوا أعيادكم بالتكبير. زينوا العيدين بالتهليل والتقديس والتحميد والتكبير. പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് ഭംഗിയാക്കണം. ഹദീസിൽ കാണാം, ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, രണ്ട് പെരുന്നാളുകളിലും തക്ബീർ സൂര്യൻ അസ്തമിച്ചത് മുതൽക്ക് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം പെരുന്നാൾ നിസ്കാരത്തിൻ്റെ അത് കെട്ടുന്നതുവരെ ധാരാളം തക്ബീറുകൾ വീടുകളിലും പള്ളികളിലും വഴികളിലും എല്ലാ സ്ഥലങ്ങളിലും തക്ബീർ എന്ന് പറയുന്ന ആ പുണ്യമേറിയ പെരുന്നാളുടെ ഷിആർ അടയാളം നടന്നുകൊണ്ടും വാഹനത്തിലും എല്ലാ സമയത്തും എല്ലാ സന്ദർഭത്തിലും എല്ലാ അവസ്ഥയിലും ഖലാ പോലത്തെ നജസുള്ള ആ സ്ഥലത്തിൽ വെച്ച് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തിലും ധാരാളം തക്ബീറുകളെ കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ നിഅമത്തായ ലൈലത്തുൽ ജായിസ പെരുന്നാൾ രാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ മഹത്വം നൽകിയതായിരിക്കുന്ന ഈ പുണ്യരാവ് മുഅ്മിനീങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ ആയ പരിശുദ്ധ റമദാൻ ഷരീഫിൻ്റെ ആ നിഅമത്തിന് അതോടുകൂടെ അള്ളാഹു താല ആ റമദാൻ ഷരീഫ് വിട പറയുമ്പോഴുള്ള ദുഃഖം അതോടുകൂടെ ശുക്രിൻ്റെ ദിനമായി പെരുന്നാൾ രാവും പെരുന്നാൾ ദിനം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പെരുന്നാളുകൾ ആഖിറത്തിൻ്റെ യഥാർത്ഥ പെരുന്നാളുകൾ, അതായത് നമ്മൾ ഈമാനോടുകൂടി മരിക്കുന്നതും ഖബർ ജീവിതം സന്തോഷത്തിലാകേണ്ടതും സിറാത്ത് എന്ന പാല വിട്ടുകടക്കുന്നതും അതോടുകൂടെ നമ്മുടെ നന്മയും തിന്മയും എല്ലാം എഴുതപ്പെടുന്ന ലീസ്റ്റ് നമ്മുടെ വലങ്കയിൽ ലഭിക്കാനും സ്വർഗത്തിൽ കടക്കാനും ഹൗദുൽ കൗസർ കുടിക്കാനും ഷഫാഅത്തിൽ ഒരുമിച്ച് കൂടാനും ഇങ്ങനെയുള്ള സന്തോഷങ്ങൾ ഓർത്തുകൊണ്ട് നമ്മൾ നല്ല വസ്ത്രം ധരിക്കുക സുന്നത്ത് എന്ന ഉദ്ദേശം വെച്ച്, അതുപോലെ പെരുന്നാൾ ഈദുൽ ഫിത്തറിൻ്റെ സുന്നത്തുകുളി എന്നതിലേക്ക് സുന്നത്ത് കുളിക്കുക, അതോടുകൂടെ നിസ്കരിക്കാൻ വരുമ്പോൾ കൈവതും നടന്നുകൊണ്ട് ഉതിറുണ്ടെങ്കിൽ മാത്രം വാഹനം കയറുക, അതോടുകൂടെ പുറപ്പെട്ട് നിസ്കരിക്കാൻ പോകുന്ന സ്ഥലം ഒന്ന് വേറെ മടങ്ങിപ്പോകുന്ന സ്ഥലം മറ്റൊന്നാകുക. കാരണം മലായിക്കത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും സാന്നിധ്യമുണ്ടാകും. അപ്പോൾ ആ നിലക്ക് ഒരു വഴിയിലൂടെ വന്ന് മറ്റൊരു വഴിയിലൂടെ പോകൽ സുന്നത്തുണ്ട്. അതോടുകൂടെ ചെറിയ പെരുന്നാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് മധുരമോ മറ്റോ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷമാണ് പെരുന്നാൾ നിസ്കാരത്തിന് വരേണ്ടത്. അതോടുകൂടെ ഈദുൽ ഫിത്തറിൻ്റെ ആ ലൈലത്തുൽ ഫിത്തറിൻ്റെ തക്ബീർ അത് ഈദുൽ അദ്ഹയുടെ തക്ബീറിനേക്കാളും വലിയ ശക്തിയായ സുന്നത്താണ്. ഈദുൽ അദ്ഹയിൽ പിന്നെ 23 നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള തക്ബീറുകളുണ്ട്. എന്നാൽ ഈദുൽ ഫിത്തറിന് നിസ്കാരങ്ങൾക്ക് ശേഷമില്ല. മഗ്രിബ് മുതൽക്ക് പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാമ് തക്ബീർ കെട്ടുന്നത് വരെ എല്ലാ സമയത്തും തക്ബീറുകളെ കൊണ്ട് നമ്മൾ ഡെക്കറേഷൻ ആക്കേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുഖത്തിൽ ഒരു പുഞ്ചിരി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണം കൊണ്ട് നമുക്ക് ഈദ് അള്ളാഹു നൽകിയിട്ടുണ്ട്, ഈ നിഅമത്ത് നൽകിയിട്ടുണ്ട് എന്ന നിലക്ക് സന്തോഷം വെളിവാക്കുകയും അതേ സ്ഥാനത്ത് മനസ്സിൽ യഥാർത്ഥത്തിൽ പെരുന്നാൾ നോമ്പുകളും ഇബാദത്തുകളൊക്കെ സ്വീകരിക്കപ്പെട്ടവരുടെയാണ്. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വീകരിക്കട്ടെ എന്ന ചിന്തയും ആത്മീയ ലോകം മഹാന്മാർ ചിന്തിച്ചതുപോലെ ആ മഹാന്മാരുടെ പെരുന്നാൾ ചിന്തിച്ചുകൊണ്ട് അതോടുകൂടെ പെരുന്നാൾ രാവിനൊക്കെ മഹത്തുക്കളൊക്കെ പരിശുദ്ധ ഖുർആൻ ഖത്മാക്കി എത്രയോ മഹത്തുക്കളുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത മഹാന്മാരുണ്ട്. പെരുന്നാൾ രാവ് ഇബാദത്തെടുക്കുമ്പോൾ മനസ്സ് ചത്തുപോവുകയില്ല, അതത് ആഖിബത്ത് നന്നാകാൻ കാരണമാണ്. അതുപോലെ സ്വർഗം നിർബന്ധമായി പോകും. ഈദുൽ ഫിത്തറിൻ്റെ രാവുകളും ഈ പെരുന്നാൾ രാവുകളിലൊക്കെ ഇബാദത്തെടുത്താൽ മാത്രമല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന പുണ്യ രാവാണ്. അതോടുകൂടെ വലിയ പുണ്യമേറിയ സമയമാണ് ഈദുൽ ഫിത്തർ. മരണപ്പെട്ടു പോയ ആളുകളെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. പെരുന്നാൾ രാവിന് പ്രത്യേകിച്ചും അവർ നമ്മുടെ പ്രാർത്ഥനയും മറ്റും ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. നമ്മൾ എന്ത് സ്വതക്ക ചെയ്യുകയാണെങ്കിലും ആ മരണപ്പെട്ടു പോയ ആളുകളെ തൊട്ട് സ്വതക്കയായി കരുതുക. ഇജ്തഹിദു യൗമൽ ഫിത്രി ഫി സ്വദഖത്തി വഅമാലിൽ ഖൈരി വൽ ബിർരി വസ്സലാത്തി വസ്സകാത്തി വഅക്തിറു തസ്ബീഹ വത്തഹ്ലീൽ ഫഇന്നഹു യൗമുൽ ലദീ യഗ്ഫിറുല്ലാഹു ഫീഹി ദുനൂബക്കും വയസ്തജീബു ദുആഅക്കും വയൻദുറു ഇലൈക്കും ബിറഹ്മതി വൽ മഗ്ഫിറ. ധാരാളം ഇബാദത്തെടുക്കണം. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുന്ന പുണ്യ ദിനമാണ്. ദുആക്കൊക്കെ ഉത്തരം കിട്ടുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് അവൻ്റെ നദുർ റഹ്മത്തുണ്ടാകുന്ന ദിനമാണ്. അതുകൊണ്ട് ധാരാളം ഇബാദത്തെടുക്കുക, ധാരാളം സ്വലവാത്ത്. കാരണം ഇതെല്ലാം നമുക്ക് ലഭിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരണം കൊണ്ടാണ്. അതുപോലെ പെരുന്നാൾ ദിനത്തിൽ മരണപ്പെട്ടു പോയ ആളുകളെ മറക്കരുത്. അതുപോലെ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം
ചൊല്ലി അതുപോലെ പ്രത്യേകിച്ച് 300 പ്രാവശ്യം പ്രത്യേകിച്ച് മഹത്വങ്ങൾ പറഞ്ഞ ആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 300 പ്രാവശ്യം ചൊല്ലി മരണപ്പെട്ടു പോയ ആളുകൾക്ക് ഹദിയാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുപോലെ പെരുന്നാൾ ദിനത്തിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ, കാരണം ഏതൊരു കാര്യത്തിന്റെയും ഖത്മ് ഇസ്തിഗ്ഫാർ കൊണ്ടാണല്ലോ. നമ്മുടെ മജാലിസുകളും എല്ലാം ഖത്മ് ഇസ്തിഗ്ഫാർ കൊണ്ട് മഹാന്മാരൊക്കെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളൊക്കെ പറഞ്ഞതുപോലെ എല്ലാം അഅ്മാലു സ്വാലിഹുടെ ഖിതാമ് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇസ്തിഗ്ഫാർ, അതോടുകൂടി ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. റമദാൻ ഷരീഫ് ഇവിടെ പറഞ്ഞതുകൊണ്ട് അതോടുകൂടെ പെരുന്നാൾ ദിനത്തിൽ അള്ളാഹുവിന്റെ നിഅമത്ത് ശുക്റിന്റെ ദിനമാണ്. ധാരാളം ശുക്ർ ചെയ്യുക. എത്ര ശുക്ർ ചെയ്താലും ആ ശുക്റിന് തൗഫീഖ് ലഭിക്കുന്നതും അള്ളാഹുവിന്റെ വലിയ നിഅമത്താണ്. എന്നലക്ക് അതിനും ശുക്ർ ചെയ്യണം. ഏതായാലും എത്ര ശുക്ർ ചെയ്താലും അത് കമാ ഹഖ്ഖുഹു മതിയാവുകയില്ല. ശുക്റിനെ തൊട്ട് അശക്തനാകുക എന്ന് സമ്മതിക്കുക എന്നതാണ് അത് ഏറ്റവും വലിയ ശുക്ർ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാമുടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൽ നിന്ന് മഹാന്മാർ ലതായിഫുൽ മആരിഫ് പോലത്തെ ഗ്രന്ഥങ്ങളിലൊക്കെ, അതുപോലെ ഇമാം ഇബ്നു അബി ദുനിയ റഹിമഹുല്ലാ അശ്ശുക്റു ലില്ലാഹി അസ്സ വജൽ എന്ന് പറയുന്ന അവിടുത്തെ മൗസൂഅത്തിലുള്ള റിസാലയിലും മറ്റുമൊക്കെ പറഞ്ഞത് കാണാം. തക്ബീറുകൾ നമ്മൾ സാധാരണ ചെല്ലുന്നത് പോലെ ചെല്ലാം, എങ്കിലും ഏറ്റവും നല്ല രൂപം എടുക്ക് ഈ സ്വലാത്തും ചൊല്ലിയാൽ, സ്വലാത്തോടു കൂടെ തക്ബീർ ചൊല്ലിയാൽ നല്ലതാണ്. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ സൈനുദ്ദീൻ ജുവാനി റഹ്മത്തുള്ളാഹി അലൈഹി ദഖായിറുൽ ഇഖ്വാൻ ഫി മവാഇൽ ഷഹർ റമദാനിൽ, അതുപോലെ ഹാഷിയത്തു ശർവാനി അലാ തുഹ്ഫത്തുൽ മുഹ്താജ്, അതുപോലെ നിഹായത്തു സൈൻ തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഈ തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സദഖ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദാ. ഈ തക്ബീർ ചൊല്ലതിന്റെ ശേഷം മഹത്തുക്കൾക്ക് പഠിപ്പിച്ച ഈ സ്വലാത്ത് اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد وعلى أزواج سيدنا محمد وعلى ذرية سيدنا محمد وسلم تسليما كثيرا. ഇങ്ങനെ സീഗത്തു തക്ബീറത്തുൽ മഹ്ബൂബ എന്ന് പറയുന്ന ഈ പുണ്യമേറിയ തക്ബീർ ഈ വിധത്തിൽ ചൊല്ലുക. ആദ്യം തക്ബീർ ചൊല്ലുക, പിന്നെ സ്വലാത്ത് ചൊല്ലുക. ഇത്ഹാഫിൽ മറ്റൊക്കെ വിശദീകരിച്ചതുപോലെ ഇത് കുറച്ച് തക്ബീറുകൾ ചൊല്ലി, ഒരു 5-6 പ്രാവശ്യം തക്ബീർ ചൊല്ലി വലില്ലാഹിൽ ഹംദ് വരെ തക്ബീർ 6 പ്രാവശ്യം ചൊല്ലി, ബാക്കി ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ധാരാളം തക്ബീറുകൾ ഇന്ന് മഗ്രിബ് മുതൽ നാളെ പെരുന്നാൾ നിസ്കാരം വരെ ധാരാളം തക്ബീറുകൾ ചൊല്ലുക. നമ്മുടെ പെരുന്നാളുടെ ഷിആർ യഥാർത്ഥത്തിൽ ആ പെരുന്നാൾ, അതുപോലെ ഫിത്ർ സക്കാത്തിന്റെ കാര്യം മറക്കരുത്. മറ്റു ദിറാസകളൊക്കെ വിശദീകരിച്ചതുപോലെ ആ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാം. അല്ലാഹു തആല എല്ലാം ഖൈറും ലുതുഫും ആഫിയത്തോടുകൂടെ നമുക്ക് പെരുന്നാരാവിന്റെ ബർക്കത്തും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് താമ, ഹിദായത്ത് താമ, ഇസ്തിഖാമത്ത് താമ എല്ലാം അല്ലാഹു നൽകി അവർക്ക് ബർക്കത്തും അല്ലാഹു നമ്മയും ഈ കേൾക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ഇസ്തിഖാമത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ നമുക്ക് ഒന്നിച്ച് തക്ബീറുകൾ ഒരു പ്രാവശ്യം ചൊല്ലി നമുക്ക് നിർത്താം. എല്ലാവരും ഒന്നിച്ച് ചെല്ലുക. കേൾക്കുന്നവരെല്ലാം ഈ തക്ബീർ കൂടെ ചെല്ലുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅ്ബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സദഖ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദാ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد وعلى أزواج سيدنا محمد وعلى ذرية سيدنا محمد وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.